ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഡിസൈനാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ ഡിസൈന് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഈ ഡിസൈനിൽ പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് എങ്ങനെ എടുക്കുന്നത്, ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻസ് എങ്ങനെ എടുക്കുന്നത്, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾ സിലബസിൽ പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ബേസുള്ള ഡിസൈൻ പ്രോബ്ലമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനൊന്നും നിങ്ങൾക്ക് സിലബസിൽ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഡിസൈനിലോട്ട് പോകാം. ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഫോർ എ ഹോൾ ഹാവിംഗ് 10 meter by 16 meter. The slabs are supported on RCC beams spaced at 4 meter each and having 230 millimeter width. Given live load is 2 kilonewton per meter square, we have to use M25 concrete and FE 415 steel. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു 16 മീറ്ററിൻ്റെ ഒരു 10 മീറ്റർ ബൈ 16 മീറ്റർ ഒരു ഹോളാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, 4 തൂണുകളിലായിട്ട് സ്ലാബ്സ് 4 സ്പാനിലായിട്ട് സ്ലാബ് വരുന്നുണ്ട്. അപ്പോൾ 4 സ്പാനിൽ സ്ലാബ് വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സ്ലാബാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ സ്പേസിങ് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്പേസിങ്ങും വരുന്നത് 4 മീറ്റർ 4 മീറ്റർ 4 മീറ്ററാണ്. അങ്ങനെയാണ് 16 മീറ്റർ ആവുന്നത്. സെൻറ്റർ ടു സെൻറ്റർ ബീംസ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 4 മീറ്ററാണ്. അപ്പോൾ 4 സ്പാൻ വരുന്നുണ്ട്. അപ്പോൾ 4 × 4 16. അപ്പോൾ ഇത് 1 വേ ആണോ 2 വേ ആണോ ആദ്യം നമ്മൾ നോക്കണം. 1 വേ 2 വേ നമ്മളെങ്ങനെയാണ് നോക്കുക? വൺ വേ 2 വേ നോക്കിയാൽ നമ്മൾ ലോങ്ങർ സ്പാൻ ബൈ ഷോർട്ട് സ്പാൻ. അപ്പോൾ ഇതിൽ ഷോർട്ടർ നമ്മൾ ഒരു കണ്ടിന്യൂസ് സ്ലാബിൽ ഷോർട്ടർ സ്പാൻ എടുക്കുമ്പം ഒറ്റ സ്പാനിൻ്റെ ലെങ്ത് എടുത്താൽ മതി. ഒറ്റ സ്പാനിൻ്റെ ലെങ്ത് ഇവിടെ 4 മീറ്ററാണ്. ദാറ്റ് ഈസ് ലോങ്ങർ സ്പാന് 10 മീറ്ററാണ്. അപ്പോൾ LY ബൈ LX റേഷ്യോ എന്താണ്? 10/4 ആണ്. ദാറ്റ് ഈസ് 2.5. 2.5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണ്. ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് 2.5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ 1 വേ സ്ലാബ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഗിവൺ ഡാറ്റ നമ്മൾ ഏത് പ്രോബ്ലത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ we have to write down the given data. ആദ്യം നമുക്ക് ലെങ്ത് ഓഫ് ഈച്ച് പാനൽ, ഓരോ പാനലിൻ്റെയും ലെങ്ത് എത്ര എന്നിട്ടുള്ളത് 4 മീറ്റർ ആണ്. വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് എത്ര എന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 230 mm ആണ്. ലൈവ് ലോഡ് 2 kN/m² ആണ്. വി ഹാവ് ടു യൂസ് M25 കോൺക്രീറ്റ് ആൻഡ് FE 415 ഗ്രേഡ് സ്റ്റീൽ. ഇനി ഇതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ ഒരു സ്ലാബിൻ്റെ ഡിസൈനിൽ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എഫക്റ്റീവ് ആൻഡ് ടോട്ടൽ ഡെപ്ത്ത് കണ്ടെത്തും. പിന്നെ എഫക്റ്റീവ് സ്പാൻ കണ്ടെത്തും. ദെൻ ടോട്ടൽ ലോഡ് ഓൺ സ്ലാബ് കണ്ടെത്തും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് സ്ലാബിൽ മൊമെൻറ്റ് 2 തരത്തിലുള്ള മൊമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. സാക്കിങ് മൊമെൻ്റ് ഉണ്ട്. സാക്കിങ് പോസിറ്റീവ് മൊമെൻറ്റ്സ് എവിടെ വരുന്നത്? അറ്റ് ദി മിഡിൽ സെൻറ്റർ ഓഫ് ദി സ്പാൻ. അപ്പോൾ മൊമെൻ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സ്പാൻ. ഹോക്കിംഗ് മൊമെൻ്റ് എവിടെ കണ്ടിന്യൂസ് സ്ലാബിൽ വരുന്നത്? ഇറ്റ് ഈസ് അറ്റ് ദി സപ്പോർട്ട്സ്. അപ്പോൾ മൊമെൻ്റ് ഓൺ ദി സപ്പോർട്ട്. ഇത് രണ്ടും കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലും അതിൻ്റെ വാല്യൂ. ദെൻ റിക്വയർഡ് നെസസറി ചെക്സ്, നമ്മൾ ഫ്ലക്ഷറും ഷിയറിനും ഡിഫ്ലക്ഷനും ഇതിനെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആദ്യം നമുക്കിതിൻ്റെ ഡെപ്ത് ഓഫ് സ്ലാബ് ഒന്ന് കണ്ടെത്താം. അപ്പോൾ ഡെപ്ത് ഓഫ് സ്ലാബ് നമ്മൾ
കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലാബിൻ്റെ ഡെപ്ത് കണ്ടെത്തുന്നത് ബൈ ഡിഫ്ലക്ഷൻ കൺസിഡറേഷനാണ്. ദാറ്റ് ഈസ് L/D റേഷ്യോ വെച്ചിട്ടാണ്. അപ്പോൾ L/D റേഷ്യോ ഫോർ ബേസിക് വാല്യൂസ് ഓഫ് L/D റേഷ്യോ ഫോർ എ കണ്ടിന്യൂസ് ബീം ഓർ സ്ലാബ് ഇറ്റ് ഈസ് 26 ആണ്. സിംപ്ലി സപ്പോർട്ടറിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് 20 ആയിരുന്നു. ബേസിക് വാല്യൂസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് 20 ആയിരുന്നു. കണ്ടിന്യൂസ് സ്ലാബിന് ഇറ്റ് ഈസ് വൺ വേ സ്ലാബ് ആണെങ്കിൽ ഇറ്റ് ഈസ് 26 ആണ്. നമ്മൾ IS കോഡിൽ പറഞ്ഞതാണ്. IS കോഡിൽ നിങ്ങൾ L/D റേഷ്യോൻ്റെ ആ സെക്ഷനിൽ എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സിംപ്ലി സപ്പോർട്ടറിനും കണ്ടിന്യൂസിനും കാൻറ്റിലിവറിനൊക്കെ. അപ്പോൾ ആ ഭാഗം നോക്കുക. L/D റേഷ്യോ ഫോർ കണ്ടിന്യൂസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ 26 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ. മോഡിഫിക്കേഷൻ ഫാക്ടർ ഇറ്റ് ഈസ് ഓൺ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. അപ്പോൾ സാധാരണ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫോർ സ്ലാബ് എടുക്കുന്നത് 0.3 to 0.6% ആണ്. നമ്മളൊക്കെ ആദ്യം എന്ത് തന്നിട്ടുണ്ടാവില്ല, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ തരാത്തത് കൊണ്ട് വി ഹാവ് ടു അസ്യൂം സം വാല്യൂസ്. അപ്പോൾ ആ വാല്യൂസ് അസ്യൂം ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0.3 to 0.6% സ്ലാബിൻ്റെ കേസിൽ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇറ്റ് ഈസ് 0.4. ഇപ്പോൾ ഒരു 0.4% എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻ ഫാക്ടർ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.3 ആണ്. മോഡിഫിക്കേഷൻ ഫാക്ടറിൻ്റെ ഗ്രാഫൊക്കെ ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഇത് ഓരോന്നും ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ പറയാത്തത്. അപ്പോൾ മോഡിഫിക്കേഷൻ ഫാക്ടർ 1.3 കിട്ടി. നിങ്ങൾ ആ ഗ്രാഫിൽ നോക്കിയാൽ മതി. അപ്പോൾ L/D റേഷ്യോ ഇറ്റ് ഈസ് 26 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ 26 ഇൻറ്റു 1.3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? L എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ വേ സ്ലാബിൻ്റെ ഒരു പാനലിൻ്റെ L എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് സ്പാനാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 4000 mm ആണ്. 4 മീറ്റർ ആയതുകൊണ്ട് 4000 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 4000 mm ആണ്. അപ്പോൾ നമുക്ക് ഡി എന്ത് കിട്ടും? L/D റേഷ്യോ 26 ഇൻറ്റു 1.3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് L ഈക്വൾ ടു 4000 ആണെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 118.34 mm എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇനി ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് എഫക്റ്റീവ് കവറാണ്. എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോമിനൽ കവർ ഡി പ്ലസ് നോമിനൽ കവർ പ്ലസ് 5/2. 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ബാർസ്. നമ്മളിവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് 10 mm പാർട്സാണ്. 10 mm മെയിൻ പാർട്സാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 mm ആണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് എത്ര കിട്ടി? 118.34 പ്ലസ് നോമിനൽ കവർ സ്ലാബിനൊക്കെ കൊടുക്കുന്നത് സാധാരണ 20 mm ആണ്. നോമിനൽ കവറിൻ്റെ ഒരു ടേബിൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് IS കോഡിൽ, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. അപ്പോൾ പേജ് 46 or 45 ആ ഒരു പേജിലാണ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. നോമിനൽ കവറിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ നോമിനൽ കവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 118.34 പ്ലസ് നോമിനൽ കവർ സ്ലാബിനൊക്കെ വരുന്നത് 20 mm ആണ്. മോഡറേറ്റ് ഓരോ കണ്ടീഷൻസിൽ സാധാരണ മോഡറേറ്റ് കണ്ടീഷൻ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ 20 mm ആണ്. പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡയമീറ്റർ ഓഫ് ബാർ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇറ്റ് ഈസ് 10 mm ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് 10 mm ആണ്. അപ്പോൾ 10/2 ദാറ്റ് ഈസ് 143.3 mm. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നുണ്ട്? ഒരു റൗണ്ട് ഓഫ് ആയിട്ട് 145 mm എടുക്കും. റൗണ്ട് ഓഫ് ആയിട്ട് എത്ര എടുക്കുന്നത്? 145 mm. ഇനി ഇതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത്, ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 145 ആണ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കവർ എന്ത് ചെയ്യണം? വി ഹാവ് ടു
സബ്സ്ട്രാക്ട് എഫക്റ്റീവ് കവർ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് കിട്ടും. അപ്പോൾ ടോട്ടൽ ഡെപ്ത് 145 ആയതുകൊണ്ട് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് മൈനസ് 20 ആണ് നമ്മൾ നോമിനൽ കവർ മൈനസ് 5/2 ദാറ്റ് ഈസ് 120 mm എന്ന് കിട്ടും. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് ഈക്വൽ ടു 120 mm എന്ന് കിട്ടി. ഇനി നമുക്ക് എഫക്റ്റീവ് സ്പാൻ കണ്ടെത്താനാണ്. എഫക്റ്റീവ് സ്പാനിൻ്റെ IS കോഡ് ക്ലോസ് നോക്കുക. എങ്ങനെയാണ് എഫക്റ്റീവ് സ്പാന്? ഇറ്റ് ഈസ് ലെസർ ഓഫ് ദി ഫോളോയിങ്, ദാറ്റ് ഈസ് ക്ലിയർ സ്പാൻ പ്ലസ് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് ബൈ 2 × 2. ദാറ്റ് ഈസ് ക്ലിയർ സ്പാൻ എത്രയാണ്? 4000 mm പ്ലസ് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് എന്താണ്? രണ്ട് ഭാഗത്തുള്ള വിഡ്ത്ത് ഓഫ് സപ്പോർട്ടിൻ്റെ പാതി. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് എന്താണ്? 230, അതിൻ്റെ പാതി. അപ്പോൾ 230/2 പ്ലസ് 230/2, അപ്പോൾ 230/2 × 2, ദാറ്റ് ഈസ് 230/2 × 2, ദാറ്റ് ഈസ് 4230. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ, ആ ബിയറിങ്ങിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ലെസർ ഓഫ് ദി ഫോളോയിങ് ആണ്. അപ്പോൾ ക്ലിയർ സ്പാൻ എത്ര വരുന്നത്? 4000 mm ആണ്. എഫക്റ്റീവ് ഡെപ്ത് വരുന്നതോ 120 mm ആണ്. അപ്പോൾ 4000 പ്ലസ് 120 mm എത്ര വരുന്നത്? 4120 mm. അപ്പോൾ ലെസർ ഓഫ് ദി ഫോളോയിങ്, ഇതിൽ ലെസർ വാല്യൂ ഏതാണ്? ഇറ്റ് ഈസ് 4120 mm. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് കിട്ടി. ഇനി ലോഡ് ഓൺ സ്ലാബ്, ലോഡ് കണ്ടുപിടിക്കണം. ലോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ലോഡുണ്ട്. ഡെഡ് ലോഡുണ്ട്, ലൈവ് ലോഡുണ്ട്. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ സെൽഫ് വെയിറ്റും ഉണ്ടാവും, പിന്നെ ഫ്ലോർ ഫിനിഷും ഉണ്ടാവും. അപ്പോൾ സെൽഫ് വെയിറ്റ് ടോട്ടൽ ഡെപ്ത് എത്ര വരുന്നത്? 145 mm ആണ്. 25 kN/m³ ആണെന്ത്? കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൽഫ് വെയിറ്റ് വരുന്നത് 0.145, എല്ലാം മീറ്ററിലാക്കി ചെയ്യുന്നതാണ്. 0.145 ഇൻറ്റു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 25 ഇൻറ്റു ഡെപ്ത് 145, അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് Nm/m കിട്ടും. ഇത് നമ്മൾ 0.145 എടുത്തുകൊണ്ടാണ് kN/m കിട്ടുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്, നിങ്ങളങ്ങനെ ചെയ്താലും മതി, കുഴപ്പമില്ല. ഇവിടെ നമ്മൾ 25 kN/m³ ആണ് എന്ത് വരുന്നത്? RCCൻ്റെ യൂണിറ്റ് വെയിറ്റ് വരുന്നത് ഇൻറ്റു 1 മീറ്റർ വിഡ്ത്താണ് ഇൻറ്റു 0.145 ആണ് എന്ത് വരുന്നത്? അതിൻ്റെ ടോട്ടൽ ഡെപ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെൽഫ് വെയിറ്റ് വരുന്നത് 3.625 kN/m. നമ്മൾ സ്ലാബൊക്കെ ചെയ്യുന്നത് 1 മീറ്റർ സ്ട്രിപ്പ് ഓഫ് സ്ലാബാണ് ചെയ്യുന്നത്. 1 മീറ്റർ വിഡ്ത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം, നമ്മൾ അതേ പറയുന്നതാണ്. ഇനി ഫ്ലോർ ഫിനിഷ് നമ്മളൊരു 1 kN/m എന്ത് ചെയ്യുന്നുണ്ട്? അസ്യൂം ചെയ്യുന്നുണ്ട്. 1 kN/m². അപ്പോൾ പെർ 1 മീറ്റർ വിഡ്ത്ത് ഓഫ് സ്ലാബ് ആണെങ്കിൽ 1 kN/m ആവും. അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ്, അപ്പോൾ ഈ കണ്ടിന്യൂസ് സ്ലാബിൽ നമ്മൾ ഡെഡ് ലോഡും ലൈവ് ലോഡും വേറെ വേറെ ആക്കിയാണ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യാൻ? ഡെഡ് ലോഡിൻ്റെയും ലൈവ് ലോഡിൻ്റെയും മൊമെൻ്റ് കണ്ടെത്താൻ. നമ്മളതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഡെഡ് ലോഡ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റും ലൈവ് ലോഡ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റും എന്തുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡ് വരുന്നത് എത്രയാണ്? ഡെഡ് ലോഡ് വരുന്നത് 3.625 പ്ലസ് 1 kN/m. ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. സാധാരണ നിങ്ങൾക്ക് ഈ വാല്യൂ അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു 20 mm ആണ് സാധാരണ എന്ത് കൊടുക്കാറ്? ഫ്ലോർ ഫിനിഷിൻ്റെ ഡെപ്ത് കൊടുക്കാറ് ഇൻറ്റു RCCയുടെ സെൽഫ് വെയിറ്റ് ആയിട്ടുള്ള 24. ഇത് നിങ്ങൾക്ക് Nm/m കിട്ടും. 24 ആണ് എന്താ പറയുക? RCCൻ്റെ യൂണിറ്റ് വെയിറ്റ് വരുന്നത്. അപ്പോൾ 20 × 24 ചെയ്താൽ നിങ്ങൾക്ക് Nm/m കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതൊരു 0.48
kN/m കിട്ടും. നമ്മൾ സാധാരണ നമ്മൾ ഒരു 1 kN/m ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വാല്യൂ നിങ്ങൾക്ക് കണക്കാക്കാം. നമ്മൾ പണ്ടത്തെ രീതിയിൽ കഴിഞ്ഞ 1 വേ സ്ലാബിൽ ചെയ്യുന്ന രീതിയിൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഫ്ലോർ ഫിനിഷ് ഒന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ ടോട്ടൽ ലോഡ് നമുക്ക് 34.625. അതിൻ്റെ ഫാക്ടേർഡ് എന്ന് പറഞ്ഞാൽ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 4.625 × 1.5 = 6.93 kN/m എന്ന് കിട്ടി. ഇനി ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 2 kN/m² ആണ്. അപ്പോൾ പെർ 1 മീറ്റർ ആണെങ്കിൽ ഇൻറ്റു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 kN/m കിട്ടി. ഇനി ഫാക്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 3 kN/m. അപ്പോൾ ഡെഡ് ലോഡ് എത്രയാണ്, ഇത് 6.93 ആണ്. ലൈവ് ലോഡ് എത്ര കിട്ടി, ഇത് ഈസ് 3 kN/m. ഇത് ഫാക്ടേർഡ് ലോഡ്സ് ആണ്. ഫാക്ടേർഡ് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ്സ് 2 തരത്തിലുള്ള ബെൻഡിങ് മൊമെൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻറ്റ്സ് അറ്റ് മിഡിൽ ഓഫ് ദി സ്പാൻ, സെൻറ്റർ ഓഫ് ദി സ്പാനിന് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്സ് അത് പോസിറ്റീവാണ്. അറ്റ് മിഡിലിൽ പോസിറ്റീവാണ്. അതുപോലെ തന്നെ അറ്റ് ദി സപ്പോർട്ടിൽ വരുന്ന എന്താണ്, ഇറ്റ് ഈസ് ഹോക്കിംഗ് മൊമെൻ്റ് ആണ്. ദാറ്റ് ഈസ് നെഗറ്റീവാണ്. അപ്പോൾ ആദ്യം നമുക്ക് അറ്റ് ദി മിഡിൽ ഓഫ് ദി സ്പാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ വരുന്ന നമ്മളെ സ്ലാബിൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഇത് എ ആണ്. എ സപ്പോർട്ട്, ബി സപ്പോർട്ട്, സി സപ്പോർട്ട്, ഡി സപ്പോർട്ട്, ഇ സപ്പോർട്ട്. ഇവിടെ അതിൻ്റെ മിഡിൽ സ്പാനിൽ വരുന്ന 1, 2, 3, 4 മിഡിൽ ഓഫ് ദി സ്പാൻ. ഫസ്റ്റ് സ്പാന്, സെക്കൻഡ് സ്പാൻ, തേർഡ് സ്പാന്, ഫോർത്ത് സ്പാൻ. അപ്പോൾ ഫസ്റ്റ് സ്പാന് ഇതിൽ ഫസ്റ്റും ഫോർത്തും എന്താണ്, ഇറ്റ് ഈസ് എൻ സ്പാൻസ് ആണ്. 1 ഉം 4 എൻഡ് സ്പാനാണ്. ഇനി 2, 3 എന്താണ്, 2, 3 ഇറ്റ് ഈസ് ഇൻറ്റീരിയർ സ്പാനാണ്. 1, 4 എൻ സ്പാനും 2, 3 ഇൻറ്റീരിയർ സ്പാനുമാണ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് നിങ്ങൾ ടേബിൾ 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എൻ സ്പാൻ ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് 1/12 ഇൻറ്റീരിയർ സ്പാൻ ആണെങ്കിൽ 1/16 സെൻറ്റർ മിഡിൽ ഓഫ് ദി സ്പാൻ ആണ്. സ്പാൻ മൊമെൻറ്റ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ സ്പാൻ മൊമെൻറ്റ്സ് വരുന്നത് എൻ സ്പാനിൽ 1/12 ഇൻറ്റീരിയർ സ്പാനിൽ 1/16 ആണ് എന്ത് വരുന്നത്, മൊമെൻറ്റ് കോഎഫിഷ്യൻസ് വരുന്നത്. നിങ്ങൾ ടേബിൾ 12 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ടേബിൾ 12 നിങ്ങൾ റെഫർ ചെയ്താൽ മതി ഓഫ് IS കോഡ്. അപ്പോൾ 1/12 ആണ് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻ്റ് എങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കൽ എങ്ങനെയാണ്, ഇറ്റ് ഈസ് WL²/12. WL²/12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുക, WL²/16. ഇവിടെ എന്താണ്, WL²/16. ഇവിടെ WL²/12. W എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ്. അപ്പോൾ ഇവിടെ WD ഡെഡ് ലോഡ് ആയതുകൊണ്ട് WD. ഡബ്ല്യൂക്ക് വരാം ഡെഡ് ലോഡ് കൊടുക്കുക, ഫാക്ടേർഡ് ഡെഡ് ലോഡ് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ WD എത്രയാണ്? ഇറ്റ് ഈസ് 6.93 ആണ്. എൽ എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്പാൻ നമ്മൾ 4120 mm ആണ്. അപ്പോൾ ഇൻ മീറ്ററിലാണെങ്കിൽ 4.12 മീറ്റർ. അപ്പോൾ 4.12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറ്റ് ഈസ് 9.8 kN മീറ്റർ എന്ന് കിട്ടും. WL സ്ക്വയർ ബൈ 16 7.35 kN per മീറ്റർ എന്ന് കിട്ടും. 7.35 9.8. അപ്പോൾ ഫസ്റ്റ് സ്പാനിൻ്റെ അറ്റ് ദി മിഡിലിൽ വരുന്ന മൊമെൻ്റ് എത്രയാണ്? ഇറ്റ് ഈസ് 9.8 ആണ്. സെക്കൻഡ് സ്പാനിൽ വരുന്നത് 7.35 ആണ്. തേർഡ് സ്പാന് 7.35 ആണ്. ഫോർത്ത് സ്പാന് ഇറ്റ് ഈസ് 9.8 kN per മീറ്റർ ആണ്. യൂണിറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ലൈഫ് ലോഡ് മൊമെൻറ്റ്സും ഇതുപോലെ കണ്ടെത്തണം. ഡെഡ് ലോഡ് കൊണ്ടുള്ള മൊമെൻറ്റ് കണ്ടെത്തി. ലൈഫ് ലോഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/8. നിങ്ങൾ ടേബിൾ 12 എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. ടേബിൾ 12 ഓഫ് IS കോഡ്. ടേബിൾ 12 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. 1/10 ഇൻറ്റീരിയർ സ്പാനിൽ 1/12 1/12. ഫോർത്ത് സ്പാൻ എന്താ വരുന്നത്? ഇറ്റ് ഈസ് N സ്പാൻ ആയതുകൊണ്ട് 1/10. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5.09. ലൈഫ് ലോഡ് നമുക്കറിയാം എത്രയാണ്? ലൈഫ് ലോഡ് നമ്മൾ 3 kN ആണ്. kN per മീറ്റർ ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടെന്ന് പറഞ്ഞാൽ W L സ്ക്വയർ ഡിവൈഡഡ് ബൈ 10. ഇവിടെ W എന്താണ്? 3 ഇൻറ്റു L എന്താണ്? 4.12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10. ഈ വാല്യൂ ആണ് നിങ്ങൾക്ക് 5.09 കിട്ടുന്നുണ്ടാവുക. ഇനി W 3 ഇൻറ്റു 4.12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക 4.24 ആണ്. ഇത് നിങ്ങൾക്ക് 4.24 കിട്ടും. ഇത് നമ്മൾ WL സ്ക്വയർ ബൈ 10 ചെയ്യുമ്പം ഇറ്റ് ഈസ് 5.09. അപ്പോൾ ഡെഡ് ലോഡിനും ലൈവ് ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ദി സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ 2 തരത്തിലുള്ള ബെൻഡിങ് മൊമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ദി മിഡിൽ ഓഫ് ദി സ്പാനും രണ്ടാമത്തേത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ദി സപ്പോർട്ടുമാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ദി സപ്പോർട്ട് അതിനുള്ള കോഎഫിഷ്യൻ്റ് നിങ്ങൾ ടേബിൾ 12 എന്ത് ചെയ്യാം? ടേബിൾ 12 നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അറ്റ് സപ്പോർട്ട് എൻ സപ്പോർട്ടിൽ 0 ആയിരിക്കും. ഏറ്റവും എൻഡിൽ 0 ആയിരിക്കും. എൻ സപ്പോർട്ടിൻ്റെ എടുത്ത് വരുന്നതിൽ നിയർ ദി എൻ സപ്പോർട്ട് -1/10 ആയിരിക്കും. അതർ ഇൻറ്റീരിയർ ഇതിൽ -1/12 ആയിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈഫ് ലോഡ് ബെൻഡിങ് മൊമെൻ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് വരുന്നത് ഇറ്റ് ഈസ് എൻഡിൽ 0 ആണ്. നിയർ ദി എൻഡ് -1/9 ആണ്. അതർ ഇൻറ്റീരിയർ സപ്പോർട്ടിൽ വരുന്നത് -1/9 ആണ്. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക? ടേബിൾ 12 ഓഫ് IS കോഡ് റെഫർ ചെയ്യാം. അപ്പോൾ IS കോഡിൽ എന്തുണ്ട്? ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻ്റ്
കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വാല്യൂസാണ് ഡെഡ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള WL²/10 നെഗറ്റീവാണ്, ഹോഗിങ് ആണ്, അതിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ എടുത്ത് തന്നിട്ടുള്ളത്. WD എത്രയാണ്? 6.09. അപ്പോൾ ഡെഡ് ലോഡ് ബെൻഡിങ് മൊമെൻറ്റ് ഈ ഇക്വേഷൻ വെച്ച് കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്നതാണ് നെഗറ്റീവ് ഇവിടെ 0, ബിയിൽ വരുന്നത് -11.7 kN/m, ഇത് -9.8 kN/m, ഡിയിൽ വരുന്നത് -11.7 kN/m, kN/m അല്ല kN/m, ഇതിൽ വരുന്നത് 0. ഇനി ലൈവ് ലോഡ് 3 ആണ്. WL എന്ന് പറഞ്ഞാൽ 3 ആണ്, ദാറ്റ് ഈസ് WL × L²/9. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? L എഫക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ലൈവ് ലോഡ് വരുന്നത് 3 ആണ്. ലൈവ് ലോഡ് മൊമെൻറ്റ്സ് അറ്റ് സപ്പോർട്ട് വരുന്നത് അറ്റ് ബി സപ്പോർട്ട് എന്ത് വരും? ഇറ്റ് ഈസ് W ലൈഫ് ലോഡ് WL²/9 നെഗറ്റീവ്. WL എത്രയാണ്? ഇറ്റ് ഈസ് 3 kN/m ആണ്. L എന്താണ്? എഫക്റ്റീവ് ലെങ്ത് ആണ്, ദാറ്റ് ഈസ് 4.12 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലൈവ് ലോഡ് മൊമെൻറ്റ്സ് -5.65, -5.65, -5.65 kN/m. kN/m അല്ല kN/m. അപ്പോൾ ഇനി ടോട്ടൽ സ്പാൻ മൊമെൻറ്റ്സും അതുപോലെ തന്നെ ടോട്ടൽ സപ്പോർട്ട് മൊമെൻറ്റ്സ് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടെത്താം. ടോട്ടൽ സ്പാൻ മൊമെൻറ്റ്സ് സെറ്റ് 1 and 4. 1 and 4 വരുന്ന ടോട്ടൽ സ്പാൻ മൊമെൻറ്റ്സ് എന്താണ്? അപ്പോൾ സപ്പോർട്ടിൽ വരുന്ന ടോട്ടൽ സ്പാൻ മൊമെൻറ്റ്സ്, ദാറ്റ് ഈസ് സ്പാനിൽ വരുന്ന ഫസ്റ്റ് 1 and 4 വരുന്നത് എത്രയാണ്? 9.8 + 5.09. 9.8 5.09. That is 9.81 + 5.09, that is equal to 14.9 kN/m എന്ന് കിട്ടും. ഇനി 2 and 3 2 and 3 വരുന്നത് ദാറ്റ് ഈസ് ഡെഡ് ലോഡ് വരുന്നത് 7.35 ആണ്, ലൈവ് ലോഡ് വരുന്നത് 4.24. 7.35 4.24. ദാറ്റ് ഈസ് 7.35 + 4.24, ദാറ്റ് ഈസ് 11.60 kN/m. ഇനി ടോട്ടൽ സപ്പോർട്ട് മൊമെൻറ്റ്സ് വരുന്നത് അറ്റ് ബി ആൻഡ് ഡി, ബിയിലും ഡിയിലും നിയർ ടു ദി സപ്പോർട്ട്. അറ്റ് എൻ സപ്പോർട്ടിൽ 0 ആണ് വരുന്നത്. നിയർ ടു ദി എൻ സപ്പോർട്ട്, ദാറ്റ് ഈസ് ബി ആൻഡ് ഡിയിൽ വരുന്നത് 5.65 + 11.7. 5.65 + 11.7. ഇനി അറ്റ് സിയിൽ വരുന്നത് ഇൻറ്റീരിയർ സ്പാനിൽ വരുന്നത്, അത് ഇൻറ്റീരിയർ സ്പാനിൽ വരുന്ന 5.65 + 9.8 ആണ്. ദാറ്റ് ഈസ് -11.7 + 5.65. ബി ആൻഡ് ഡിയിൽ വരുന്ന -17.4 kN/m ആണ്. ഇനി സിയിൽ വരുന്നത് അത് ഇൻറ്റീരിയർ, ഇത് നിയർ ടു ദി എൻ സപ്പോർട്ടാണ്. നിയർ എൻ സപ്പോർട്ട് ഇത് വരുന്നത് അറ്റ് അതർ ഇൻറ്റീരിയർ സപ്പോർട്ട്സ് ആണ്. ദാറ്റ് ഈസ് -9.8 + -5.65, ദാറ്റ് ഈസ് -15.47 kN/m എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ടോട്ടൽ സ്പാൻ മൊമെൻറ്റ്സും കിട്ടി, അതുപോലെ തന്നെ ടോട്ടൽ സപ്പോർട്ട് മൊമെൻറ്റ്സും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് വി ഹാവ് ടു ചെക്ക് അവർ ഡെപ്ത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഡെപ്ത് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഡെപ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തറിയണം? നമുക്കിതിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവോ പോസിറ്റീവോ ആയിരിക്കട്ടെ, അതിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? 14.9 ആണോ? ഇതിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 14.9, 11.6, 19, 17.4, 15.47 മിഡിൽ ഓഫ് സ്പാനിലും സപ്പോർട്ടിലും വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 17.4. അപ്പോൾ 17.4ന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെപ്ത് ഓഫ് സപ്പോർട്ട് ഡെപ്ത് ഓഫ് സപ്പോർട്ടല്ല, ഡെപ്ത് ഓഫ് ദി സ്ലാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. FE 415 ആണെങ്കിൽ MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? MU ലിമിറ്റ് ഈക്വൽ ടു 0.138 FCK BD². FCK M25 ആണ്. B എന്താണ്? ബ്രെഡ്ത്ത് ഇറ്റ് ഈസ് 1000 mm ആണ്, അല്ലെങ്കിൽ 1 മീറ്റർ. D ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. MU ലിമിറ്റ് എന്താണ്? ഇറ്റ് ഈസ് 17.4 kN മീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? D കണ്ടെത്താൻ കഴിയും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ പ്രൊവൈഡ് ചെയ്തതും നമുക്ക് ആവശ്യമുള്ളതും സാറ്റിസ്ഫൈഡ് ആണോ ആണ് ചെക്ക് ചെയ്ത് നോക്കണം. സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്കിതിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്താം. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ദാറ്റ് ഈസ് സ്പാൻ മൊമെൻറ്റ്സ് അറ്റ് 1 and 4. 1 and 4ൽ വരുന്ന സ്പാൻ മൊമെൻറ്റ്സ് എത്രയാണ്? ഇറ്റ് ഈസ് 14.9 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഡിസൈനിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നില്ല. 0.87 FIAST ഇൻറ്റു ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അനെക്സ് ജിയിലെ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നിക്ക് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 50 ഇൻറ്റു ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടെത്താം. അല്ലെങ്കിൽ അനെക്സ് ജിയിലെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് AST കണ്ടെത്താം. അപ്പോൾ നിങ്ങൾക്ക് AST കിട്ടുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ M 14.9 ആണ് മൊമെൻറ്റ് വരുന്നത്. അൾട്ടിമേറ്റ് മൊമെൻറ്റ് വരുന്നത് 14.9 kN ആണ്. അപ്പോൾ AST റിക്വയർഡ് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് 362.37 mm² ആണ്. അപ്പോൾ അതിൻ്റെ സ്പേസിങ് എങ്ങനെ കണ്ടെത്താം? നമ്മൾ ഉപയോഗിക്കുന്നത് 10 mm ബാർസ് ആണ്. 10 mm ബാർസിൻ്റെ π/4 ഇൻറ്റു 10 mm എന്ന് പറഞ്ഞാൽ 78.53 mm² ആണ്. അപ്പോൾ നമ്മൾ പെർ 1000 mm പെർ 1 മീറ്ററിലാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ സ്പേസിങ് എങ്ങനെ നമ്മൾ പറഞ്ഞതാണ്. 1000 ഡിവൈഡഡ് ബൈ പെർ 1000ലാണ് വിഡ്ത്ത് പറയുന്നത്. 1000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർസ്. നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റീൽ എത്രയാണ്? 362.37 ഡിവൈഡഡ് ബൈ 10 mm ബാർസ് ഉപയോഗിക്കുന്നത് കൊണ്ട് 78.53. അപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 78.53 ഡിവൈഡഡ് ബൈ 362.37 ഇൻറ്റു 1000. ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും? 216.7 mm എന്ന് കിട്ടും. അപ്പോൾ നമ്മളൊരു 200 ആയിട്ട് എടുക്കാം. സ്പേസിങ് എന്തെടുക്കും?
200 ആയിട്ട് എടുക്കും. 200 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 200 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്. ഇനി അതിൻ്റെ പ്രൊവൈഡഡ് നമ്മൾ സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് 200 ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആക്ച്വലായിട്ടുള്ള AST എങ്ങനെ കണ്ടെത്തും? സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ സ്പേസിംഗ് കൊടുക്കുന്നത് 200 ആണ്. 10 mm ബാസാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 5/4 × 10². ഇനി 200 mm ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്, സ്പേസിംഗ് കൊടുക്കുന്നത്. അപ്പോൾ 1 മീറ്ററിൽ എത്ര ബാർസ് ഉണ്ടാവും? 1000 / 200. ഇതാണെന്ത്, AST പ്രൊവൈഡഡ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് AST പ്രൊവൈഡഡ് 5/4 × 10² ഇൻറ്റു 1000 / 200 നിങ്ങൾക്ക് 392.69 mm² എന്ന് കിട്ടും. അപ്പോൾ സ്പേസിങ് കിട്ടിയ AST കണ്ടുപിടിക്കൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നത് 10 mm ബാസാണ്. ദാറ്റ് ഈസ് 5/4 × 10². അതിൻ്റെ ഏരിയ ഇൻറ്റു നമ്മൾ 200 mm ആണ് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. വിടുത്ത എന്താണ്, 1000 mm സ്ട്രിപ്പ് ഓഫ് സ്ലാബാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 200 mm സെൻറ്റർ ടു സെൻറ്റർ ആണെങ്കിൽ 1000 എത്ര ബാസ് ഉണ്ടാവും നോക്കുക. അപ്പോൾ 1000 / 200 ആണ് നമ്പർ ഓഫ് ബാസ്. അപ്പോൾ 10 mm ഇത്ര നമ്പർ ഓഫ് ബാസ്. അപ്പോൾ 5/4 × 10² ഇൻറ്റു 1000 / 200 എത്തിയാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ബാസ് കിട്ടി. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ AST കിട്ടും. ദാറ്റ് ഈസ് 392.69 mm² എന്ന് കിട്ടും. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് 2 and 3. റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് 2 and 3 നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് 11.6 ആണ്. ഇക്വേഷൻ നമ്മൾ PT കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. 50 × 4.6 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനക്സ് ജിയിലെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 0.23, AST നിങ്ങൾക്ക് 278, സ്പേസിങ് കിട്ടുന്നത് എന്താണ്, ഇറ്റ് ഈസ് 280 mm ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് 1 and 4 കിട്ടി, റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് 2 and 3 കിട്ടി. ഏതിനെ ബേസ് ചെയ്തിട്ടുള്ള, സ്പാൻ ബെൻഡിങ് മൊമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് നോക്കാം നമുക്ക്. ഇതാണ് ഇനി 1 to 4 ഇത് ഫസ്റ്റ് സ്പാനാണ്. ഇത് ഫസ്റ്റ് സ്പാനാണ്. ഇത് സെക്കൻഡ് സ്പാന്. ഇത് തേർഡ് സ്പാന്. ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സ്പാന്. അപ്പോൾ ഫസ്റ്റ് സ്പാനിൽ വരുന്നത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, 10 mm ബാസ്, 10 mm ബാസ് അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഇനി ഈ ബാർസ്, ആൾട്ടർനേറ്റീവ് ബാർസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബെൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പേസിങ് എന്താണ്, 10 mm ബാർസ് അറ്റ് ആൾട്ടർനേറ്റീവ് ബാർസ് ആയതുകൊണ്ട് ഇൻറ്റു 400 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഫസ്റ്റും ഫോർത്തും സ്പാനും
ഇതുപോലെ ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡും തേർഡും സ്പാനായിട്ട് നോക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡും തേർഡ് സ്പാൻ വരുന്നത്, അപ്പോൾ ഫസ്റ്റ് സ്പാൻ പറഞ്ഞു 10 mm ബാസറ്റ് 400 mm ക്രാങ്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ടെൻഷൻ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് 10 mm ബാസറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഇനി സെക്കൻഡ് സ്പാൻ ഇതാണ്, തേർഡ് സ്പാൻ ഇതാണ്. അപ്പോൾ സെക്കൻഡ് സ്പാനിൽ 10 mm ബാസറ്റ് 280 mm സെൻറ്റർ ടു സെൻറ്റർ, അതാണ് ഇവിടെ വരുന്നത്. 10 mm ബാസറ്റ് 280 mm സെൻറ്റർ ടു സെൻറ്റർ സെക്കൻഡിലും തേർഡിലും. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടിൽ നമ്മൾ ക്രാങ്ക് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡിൽ ബെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ആൾട്ടർനേറ്റീവ് ബാസ് 280 mm ഇരട്ടി എന്ത് വരും, അവിടെ സ്പേസിങ് വരും ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 10 mm ബാസറ്റ് 560 mm സെൻറ്റർ ടു സെൻറ്റർ. ഇവിടെയും 10 mm ബാസറ്റ് 560 mm. തേർഡിൽ എന്താണ് 10 mm ബാസറ്റ് 560 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഇത്ര ഡീറ്റെയിലിങ് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് റീൻഫോഴ്സ്മെൻ്റ് അറ്റ് ബി ആൻഡ് ഡി കണ്ടെത്തണം. റീൻഫോഴ്സ്മെൻ്റ് അറ്റ് ബി ആൻഡ് ഡി കണ്ടെത്താൻ, ദാറ്റ് ഈസ് ഹോക്കിംഗ് മൊമെൻറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് 17.4 kN ആണ്. അപ്പോൾ 17.4 kN ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നിങ്ങൾക്ക് കണ്ടെത്തിയാൽ 0.35% കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാത്തത്. ഇറ്റ് ഈസ് 427.92 mm² എന്ന് കിട്ടും. ഇനി നമ്മൾ ഹോക്കിംഗ് മൊമെൻ്റ് ആയതുകൊണ്ട് റീൻഫോഴ്സ്മെൻ്റ് എവിടെ കൊടുക്കാം, മുകളിലായിരിക്കും. അപ്പോൾ സപ്പോർട്ടിൽ നമ്മൾ എന്താണ്, ടോപ്പ് ഓഫ് ദി സ്ലാബിലാണ് നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. കാരണം നെഗറ്റീവ് മൊമെൻ്റ് ആണ്, അത് ഓർത്തിരിക്കണം. നെഗറ്റീവ് മൊമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ടോപ്പ് ഓഫ് ദി സ്ലാബിലാണ് എന്ത് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക. ടെൻഷൻ ആണെങ്കിൽ പോസിറ്റീവ് മൊമെൻ്റ് ആണെങ്കിൽ നമ്മൾ ബോട്ടം ഓഫ് ദി സ്ലാബിലാണ്. അപ്പോൾ ടോപ്പ് ഓഫ് ദി സ്ലാബിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദി സ്ലാബിൽ നമ്മൾ അറ്റ് ബി ആൻഡ് ഡിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുന്നുണ്ട്, നമ്മൾ ബി ആൻഡ് ഡിയിൽ നമ്മൾ ക്രാങ്ക് ചെയ്തിട്ട് കുറച്ച് ബാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ അറ്റ് ബി ആൻഡ് ഡി ഇതാണ് ബി, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, അപ്പുറത്തൊരു ഇയും കൂടി ഉണ്ട്. അപ്പോൾ അറ്റ് ബി ആൻഡ് ഡിയിൽ വരുന്നത്, ദാറ്റ് ഈസ് ഇവിടെ നിന്നുള്ള 10 mm ബാസ് അറ്റ് 400 mm സെൻറ്റർ ടു സെൻറ്റർ. ഇവിടെ നിന്നുള്ള 10 mm ബാസ് അറ്റ് 560 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ബി ആൻഡ് ഡിയിൽ ഇങ്ങനെ രണ്ടുമുണ്ട്. ഈ സപ്പോർട്ടിൽ ബിയിൽ എന്തുണ്ട്, അപ്പോൾ ഈ രണ്ട് മൊമെൻറ്റും ഉണ്ട്, ഈ രണ്ട് റീൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ റീൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഓൾറെഡി എന്തുണ്ട്, വി ഹാവ് ഓൾറെഡി 10 mm ബാസ് 400 mm സെൻറ്റർ ടു സെൻറ്റർ, ദാറ്റ് ഈസ് 196.34 ഉണ്ട്. 10 mm ബാസ് 560 mm സെൻറ്റർ ടു സെൻറ്റർ, ദാറ്റ് ഈസ് 140.24 mm² ഉണ്ട്. അപ്പോൾ മൊത്തം 336.59 mm² ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എത്രയാണ്, 427.92. അപ്പോൾ നമുക്ക് എക്സ്ട്രാ റിക്വയർഡ് എത്രയാണ്, 91.32. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസിങ് എന്താണ്, ഇറ്റ് ഈസ് 510 mm സെൻറ്റർ ടു സെൻറ്റർ. സ്പേസിങ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ ഇതിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. അപ്പോൾ സ്പേസിങ് 520 mm സെൻറ്റർ ടു സെൻറ്റർ ആണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 8 mm ബാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് 520 mm സെൻറ്റർ ടു സെൻറ്റർ. മുകളിൽ ഉപയോഗിക്കുന്നത് 8 mm ബാർസാണ്. അപ്പോൾ 8 mm ബാർസ് 520 mm സെൻറ്റർ ടു സെൻറ്റർ അറ്റ് ബി ആൻഡ് ഡിയിൽ. അതാണ് ഈ കാണിച്ചിട്ടുള്ള റീൻഫോഴ്സ്മെൻറ്റ്.
ഇനി അറ്റ് സിയിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. സിയിൽ എന്തുണ്ട്? 560 mm 10 mm ബാർസ് ഉണ്ട്. ഇനി മൊമെൻ്റ് അറ്റ് സി നോക്കാം. മൊമെൻ്റ് അറ്റ് സി 15.47 ആണ്. പി ടി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 0.31 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എസ് ടി റിക്വയർഡ് 376.926 ആണ്. ഇനി നമുക്ക് ഓൾറെഡി എന്തുണ്ട്? വി ഹാവ് 10 mm ബാസ് 560 mm അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇതാ 10 mm ബാർസ് ഓഫ് 560 ഇപ്പുറത്തുനിന്നുണ്ട്, അതുപോലെ തന്നെ 10 mm ബാർസ് ഓഫ് 560 ഇപ്പുറത്തുനിന്നുണ്ട്. അപ്പോൾ 10 mm ബാർസ് ഓഫ് 560ൻ്റെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 mm ബാർസ് ഓഫ് 560 എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് ടി എന്താണ്? 140.25 ആണ്. അപ്പോൾ 2 എണ്ണം ആകുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആകുമ്പോൾ 280.49 mm² ആവും. 280.49. നമുക്ക് ആവശ്യമുള്ള എത്രയാണ്? 376 ആണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്താ ആവശ്യം വരും? 376 മൈനസ് 280. അപ്പോൾ ആ ഒരു വാല്യൂ വരും എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 8 mm ബാസെറ്റ് 520 mm സെൻറ്റർ ടു സെൻറ്റർ തന്നെയാണ്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 8 mm ബാസെറ്റ് 520 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അതിൽ ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കാം. ക്രാങ്ക് ചെയ്യുന്നൊക്കെ ലെങ്ത്ത് നോക്കാം. സപ്പോർട്ടിൽ വരുമ്പം സപ്പോർട്ടിൽ വരുമ്പം 0.15 L ആണ്. ഓർത്തിരിക്കണം ഈ വാല്യൂസ്. എൽ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്, എൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സെൻറ്റർ ടു സെൻറ്റർ, സെൻറ്റർ ടു സെൻറ്റർ ആയിട്ടുള്ള സപ്പോർട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എന്ത്? എൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0.15 L. 0.15 ഇൻറ്റു 4000 ദാറ്റ് ഈസ് 600 mm എന്ന് കിട്ടും. 0.15 ഇൻറ്റു 4000 ആണെന്ത്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സപ്പോർട്ടായിട്ട് വരുന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.25 L ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 0.25 L എന്ന് പറഞ്ഞാൽ 0.25 ഇൻറ്റു 4000 ദാറ്റ് ഈസ് 1000 mm എന്ന് കിട്ടും. ഇനി ഈ ഡിസ്റ്റൻസ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇതെത്ര? ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 0.3 L. ഇത് സെൻറ്ററിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഇത് സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ എൻഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 0.3 L ആണ്. 0.3 ഇൻറ്റു 4000 ദാറ്റ് ഈസ് 1200 mm. ഈ എക്സ്ട്രാ വരുന്നത് ഇവിടെ ഈ എക്സ്ട്രാ വരുന്നത് ഇറ്റ് ഈസ് 0.15 L ആണ്. ദാറ്റ് ഈസ് 600 mm ആണ്. അപ്പോൾ ഈ വാല്യൂസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. 0.15 L, 0.25 L, 0.3 L ആൻഡ് 0.15 L. ഈ വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കും. ഇനി ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടെത്താൻ കുറച്ച് ചെക്സ് ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി ഷിയർ ഫോഴ്സ് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടെത്താനുണ്ട്. ഷിയർ ഫോഴ്സ് കണ്ടെത്താൻ നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നിങ്ങൾക്ക് ടേബിൾ 12 തന്നെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻറ്റ് ടേബിൾ 12 അത് ഡെഡ് ലോഡിനും അതുപോലെ തന്നെ ലൈവ് ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് കണ്ടെത്തണം. ഡെഡ് ലോഡിനും അതുപോലെ തന്നെ ലൈവ് ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് കണ്ടെത്തണം. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് WL ഇൻറ്റു ദാറ്റ് കോഎഫിഷ്യൻറ്റ് ഞാൻ ആൽഫ എന്നിട്ടും.
നിങ്ങൾ ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് കണ്ടെത്തേണ്ടത്. ഡെഡ് ലോഡ് ആണെങ്കിൽ WD ഇൻറ്റു L ഇൻറ്റു ദാറ്റ് കോഎഫിഷ്യൻറ്റ് 0.4 അല്ലെങ്കിൽ 0.5 0.6 ഈ വാല്യൂസാണ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലൈവ് ലോഡ് ആണെങ്കിൽ WL ഇൻറ്റു L ഇൻറ്റു ആൽഫ. ഇവിടെ L എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലിയർ സ്പാനാണ്. ക്ലിയർ സ്പാനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 4 മീറ്റർ എടുത്താൽ മതി. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോയെന്ന്. ഡെഡ് ലോഡ് ഷിയർ ഫോഴ്സ് 11.43. അപ്പോൾ ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഈ വാല്യൂസ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ മാക്സിമം ഷിയർ ഫോഴ്സ് വാല്യൂ എത്രയാണെന്ന് നോക്കുക. എത്രയാണ്? ഇറ്റ് ഈസ് 23.85 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? ടോബി കണ്ടെത്തണം. ടോബി എന്ന് പറഞ്ഞാൽ VU/BD. ടോസി കണ്ടെത്തണം. ടോസി കറസ്പോണ്ടിങ് ടു എന്താണ്? പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി കണ്ടെത്തുക. K ടോസി കണ്ടെത്തുക. എന്നിട്ട് ചെക്ക് ഫോർ ടോവി ലെസ് ദാൻ K ടോസി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഷിയർ ഫോഴ്സിൽ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡിഫ്ലക്ഷനിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻറ്റും ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റും. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഷിയർ ഫോഴ്സ് കോഎഫിഷ്യൻറ്റ് നമ്മൾ ടേബിൾ 12 തന്നിട്ടുണ്ട്. എങ്ങനെ വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലം പഠിക്കാനില്ല, ഇതിൻ്റെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈൻ പ്രോബ്ലം ഈ ഒരു രീതിയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.